ആദ്യം അച്ഛൻ മരിച്ചു, പിന്നെ അമ്മ മരിച്ചു. അമ്മയുടെ പേര് ചക്കി എന്നാണ്. ഞാനിതൊക്കെ പറയുന്നത് ഇല്ലാത്തൊരു കഥയെ ഒരു പ്രഭാഷകന്റെ എന്താ പറയേണ്ടത് ആവേശത്തിൽ സംസാരിക്കുകയല്ല. അങ്ങനെ എന്ത് സംഭവിച്ചു? ചക്കി മരിച്ചു. ചക്കി മരിക്കുമ്പോൾ സുബൈദ എന്ന് പറയുന്ന ഈ ഉമ്മക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ശ്രീധരൻ എന്ന കൊച്ചിനെ ഒക്കത്തെടുത്തും ശ്രീധരന്റെ 2 അനിയത്തിമാരെ കൈപിടിച്ചും തെന്നാടൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അസീസാജിയുടെ ഭാര്യയായ ശ്രീധരൻ ഉമ്മയെന്ന് വിളിക്കുന്ന, ശ്രീധരൻ ഉപ്പയെന്ന് വിളിക്കുന്ന അസീസാജിയുടെ കഥ മനസ്സിലായല്ലോ. എങ്കിൽ ഈ കുടുംബത്തിലും നേരത്തെ പറഞ്ഞതുപോലെ 3 മക്കൾ വേറെയുണ്ട്. രമണിയാണ്, ലീലയാണ്, ശ്രീധരനാണ് ഈ കുടുംബത്തിലെ 3 ഹൈന്ദവ മക്കൾ. ഷാനവാസാണ്, ജാഫറാണ്, ജോഷിതയാണ് അവിടെയുള്ള 3 മുസ്ലിം മക്കൾ. ഈ 6 പേരും ഒന്നിച്ചു കളിച്ചു വളർന്നു. 3 പേർ മുസ്ലിമാണ്, 3 പേർ ഹിന്ദുക്കളുമാണ്. ആരും മതം മാറ്റാൻ ലവ് സ്റ്റോറി ഇല്ല കേട്ടോ, കേരള സ്റ്റോറി ഇല്ല കേട്ടോ, ലവ് ജിഹാദ് ഇല്ല കേട്ടോ. വേണമെങ്കിൽ കൊച്ചുനാളിലെ ഇക്കുട്ടികളെ മുസ്ലിമായി വളർത്താമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ടോ ഓരോന്നിനും വിവാഹപ്രായമെത്തിയപ്പം ഒരു കല്യാണം കഴിച്ചു കൊടുത്തു. ശ്രീധരന് പുറത്തോട്ട് ജോലിക്ക് പോകാനായപ്പം വിസ ശരിയാക്കി കൊടുത്തു. ഉമ്മയായ സുബൈദ മരിക്കുമ്പോൾ ശ്രീധരൻ നാട്ടിലില്ല. ആ ശ്രീധരനാണ് പറയുന്നത്, എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണോ. ഇതാണ് കേരളം. ഈ സൗഹൃദം, ഈ ഒരു വലിയ മനസ്സ് കേരളത്തിൽ ഉണ്ട്. അത് നാം മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്.